മേരി വർഗീസ് കൊച്ചി മേയറാകാൻ ലക്ഷ്യമിട്ട് ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പാളിപ്പോയി. ഇപ്പോഴിതാ കോർപ്പറേഷൻ സ്ഥിരം സമിതി അംഗമാകുകയാണ്. ആരോഗ്യ സ്ഥിരം സമിതിയിലാണ് ദീപ്തി അംഗമാകുന്നത്. പക്ഷേ അപ്പോഴും നഷ്ടപ്പെട്ട മേയർ സ്ഥാനത്തിന് പകരം ഒരു MLA പദവി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ കൂടി ഇപ്പോൾ ദീപ്തിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നതും അതിന് പിന്തുണ നൽകുന്നതും ആരാണ്? KC വേണുഗോപാലാണ്. നമുക്ക് റിപ്പോർട്ട് കാണാം. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിലും KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിനെ കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതിയിൽ അംഗത്വം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. 9 പേരാണ് സമിതിയിലുള്ളത്. മേയർ സ്ഥാനം നഷ്ടമായതിൽ പരസ്യമായി വിയോജിപ്പ് അറിയിച്ച ദീപ്തിയെ മെട്രോപൊളിറ്റൻ സമിതി അധ്യക്ഷ പദവി നൽകി തൃപ്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാലിന്റെ പിന്തുണയോടെ നഷ്ടമായ മേയർ സ്ഥാനത്തിനു പകരം MLA പദവി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ദീപ്തി നടത്തുന്നത്. കോർപ്പറേഷനിലേക്ക് വിജയിച്ചാൽ മേയറാക്കാമെന്ന് നേതൃത്വം ദീപ്തിക്ക് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ 2.5 വർഷം വീതം AI ഗ്രൂപ്പുകൾ മേയർ സ്ഥാനം പങ്കിടാനായിരുന്നു തീരുമാനം. 2.5 വർഷം VK മിനിമോളിനെയും ശേഷിക്കുന്ന കാലയളവിൽ ഷൈനി മാത്യുവിനെയും മേയറായി കോൺഗ്രസ് തീരുമാനിച്ചു. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പുകാരിയായ ദീപ്തിയെ വെട്ടിയതിൽ നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. KPCC പദവിയിലുള്ളവരെ പരിഗണിക്കണമെന്നതുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് മേയറെ തീരുമാനിച്ചതെന്ന് കാട്ടിയായിരുന്നു പരാതി. എന്നാൽ KC വേണുഗോപാലിനെ ഉന്നമിട്ട് ഇരു ഗ്രൂപ്പുകളും നടത്തിയ സംയുക്ത ഓപ്പറേഷൻ ദീപ്തിയുടെ മേയർ സ്വപ്നത്തിന് വെല്ലുവിളിയായി. കൈരളി ന്യൂസ്, കൊച്ചി.